ഹലോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആനിമൽ ഹോസ്പിറ്റലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് അമിതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂബ്ലെമൻ, ഞാനാണ് പിങ്ക് ഫ്ലവർ. അപ്പൊ എന്റെ അവതാരമൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയാ, അമിത്തിന്റെ അവതാരം ഇഷ്ടമായെങ്കിൽ പറയാ. എന്റെ ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഷിഫ്റ്റ് 5 നമുക്ക് ട്രൈ ചെയ്യാൻ പോകുന്നതായിട്ട് നമ്മൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഷിഫ്റ്റ് 5 വരെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ലോങ്സ്റ്റ് ഇല്ല, ഷിഫ്റ്റ് 4 ആണ്. അതെ, നമ്മുടെ ലോങ്സ്റ്റ് നമ്മൾ സർവൈവ് ചെയ്തേക്കുന്ന ഷിഫ്റ്റ് 4 ആണ്. ബട്ട് ഹോപ്പ്ഫുള്ളി നമുക്ക് ഷിഫ്റ്റ് 5 വരെ സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഗെയിമിലേക്ക് ആയിട്ടുണ്ട്. ഇതാണ് അമിത്തിന് നേരത്തെ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ക്ലാസ് ഉണ്ട്. ഇപ്പൊ ക്ലാസ് ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. നേരത്തെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ പുതിയ ആള് വന്നിട്ടാ. ഓക്കെ, അപ്പൊ പുതിയ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താ നമുക്ക് ഇവർ റിയൽ ആണോന്ന് നോക്കാം. പക്ഷെ നോർമലി ഫസ്റ്റ് ഷിഫ്റ്റിൽ എല്ലാവരും നോർമൽ ആണ്. പക്ഷെ നമുക്ക് നോക്കാം എന്തായാലും. പാട്ട് അമിത് എന്താ അങ്ങനെ പോയി നിൽക്കുന്ന അമിത്തെ? ഓക്കെ, പേഷ്യന്റ് ആദ്യം പോട്ടെ. പേഷ്യന്റ് ഫോളോ ചെയ്യണം എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. പേഷ്യന്റിനെ ലീഡ് ചെയ്യണം എന്നല്ലല്ലോ പറഞ്ഞേക്കുന്നത്. ഭയങ്കര സ്ലോ. ഇപ്പോഴത്തെ ഈ ആനിമൽസ് എല്ലാവരും ഭയങ്കര സ്ലോ ആണ് ഗൈസ്. നമുക്ക് ഇവരെ ഫാസ്റ്റർ ആക്കണമെങ്കിൽ നമ്മുടെ കാശ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാശാട്ടോ, റോബോട്ട്സ് അല്ല. പിന്നെ കുഴപ്പമില്ലല്ലോ. ഇവൻ്റെ അസുഖം ഞാനിപ്പോൾ ഇവിടെ ഗസ് ചെയ്യാൻ പോവാണ്. ഇവന് വയർവേദന അസുഖം. ഇവന് ഹെർബ്സ് ആണ് വേണ്ടത്. നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ. നമുക്ക് നോക്കാം. ഇല്ല കണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുപ്പെട്ട എല്ലാ പേഷ്യൻസും ആദ്യത്തെ പേഷ്യന്റ് ഫുള്ള് ഫസ്റ്റ് ഷിഫ്റ്റിലെ ആദ്യത്തെ പേഷ്യന്റ് അവരെപ്പോഴും വയറുവേദനയും അവർക്ക് ഹെർബ്സും ആയിരിക്കും വേണ്ടത്. എനിക്ക് എന്താ അറിഞ്ഞൂടാ കേട്ടോ, അങ്ങനെയാണ്. പിന്നെ നമ്മളെപ്പോഴും വാലിലടച്ചിടണം. എന്ന് വെച്ചാൽ വാലിൽ അടച്ചിട്ടില്ലെങ്കിൽ അനോമാലി കയറി വരുമെന്നോ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ സത്യമാണെന്ന്. പക്ഷെ ഞാനിപ്പോഴത് ഫോളോ ചെയ്യും. കൊച്ചായിരിക്കും, അഡൽട്ട് ആയിരിക്കൂല. I'm gonna beat him up. Pieces. തലയിലെന്താ വെച്ചത്? അത് ശരിയാണല്ലോ, ഇവന് വയറുവേദനയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അതെ, ഇവൻ ഭയങ്കര സ്ലോ ആട്ടോ. ഇവരെല്ലാവരും ആ ഷോപ്പ് തുറങ്ങുന്ന അപ്പം തന്നെ നമുക്ക് പോയി മറ്റേ ഇത് വാങ്ങിക്കണം. എന്നാ മറ്റൊരു സാധനമില്ലേ, പേഷ്യന്റ്. ഞാൻ പോവാണ്. ഹലോ, ഞാൻ പോണു. നീ അല്ലായിരുന്നു ലാസ്റ്റ് ടൈം ഫ്രണ്ട് ഡെസ്കിലായിരുന്നത്? ഇല്ലല്ലോ, നീ ചെയ്താൽ മതി കേട്ടാ, നീ ചെയ്താൽ മതി. അവരെന്തിനാ അവരിയ്ക്കുന്നത്? അപ്പൊ അവര് ശരിക്കുള്ള പേഷ്യന്റ് ആണോ അതോ അനോമാലിയാണോ? എനിക്ക് തോന്നുന്നില്ലേ അനോമലി ആണ്. ഒരു പേഷ്യന്റും കൂടെ ഉള്ളൂ. അപ്പൊ ഡോക്ടർ അറൈവ് ചെയ്യുന്നു. ഈ ഡോക്ടറിനല്ലേ പക്ഷെ നമ്മൾ അവിടെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടത്. നിങ്ങൾ റീവൈൻഡ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ സ്റ്റെയർ ചെയ്യണം ഒരു വിൻഡോന്റെ അവിടെ. You must be the new hire. I'm Dr. Harlow. You little guy. I'm taller than you. അപ്പൊ പുള്ളി പറയണ ഷട്ടേഴ്സും സെക്യൂരിറ്റി ക്യാമറ ഒക്കെ പുള്ളി ഫിക്സ് ചെയ്തിട്ടുണ്ടോ? താങ്ക് യു. ഈ പുള്ളി നമുക്ക് ഫോളോ ചെയ്താലോ? ഇയാൾ എങ്ങടെ പോണേന്ന് നോക്കാം നമുക്ക്. ആരെ ബസ് നോക്കട്ടെ. ആരെ ബസ് നോക്കട്ടെ. ഞാൻ ബെസ്റ്റ്. കേട്ടോ, എന്റെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഗൈസ്. നോ ആക്സസ് എന്തെന്നാ പറഞ്ഞിരിക്കുന്നവര്? നമുക്കായിരിക്കൂലേ നോ ആക്സസ്, അവർക്കായിരിക്കൂലേ.
ഇവിടെ നമ്മൾ അന്ന് സ്റ്റോർ ഓപ്പൺ അല്ലല്ലോ. നമ്മളിങ്ങോട്ട് ഇത് മറ്റേ അനോമാലയാണ്. ഇങ്ങനെ മറ്റേ ടൈപ്പ് അനോമാല ഇല്ലേ, കോഫി ഇല്ല ഗൈസ്. നമ്മൾ കോഫി ഉണ്ടായിരുന്നെങ്കിൽ ഈ അനോമാലയ്ക്ക് കോഫി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കോഫി ആണെങ്കിൽ രണ്ട് സിപ്പ് എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഫുൾ കോഫി അല്ലെങ്കിൽ നമ്മൾക്ക് ചുമ്മാ കൊടുക്കാം. അപ്പൊ അവര് പോവും അങ്ങ്. ഞാൻ പറയുന്നില്ലേ അവന്റെ അടുത്ത് പോവാനായിട്ട്. അയ്യോ നമുക്ക് അങ്ങനെ പറയരുത്. ചുമ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ നമ്മുടെ സാനിറ്റി കുറയും. ഞാൻ ഓൾറെഡി ചെയ്ത്. It's fine, I guess. Okay, even normal ആണ്. പറഞ്ഞല്ലേ മര്യാദക്ക് ചെയ്യണ്ടെന്ന്. അപ്പൊ പോയി ചെയ്തിട്ടില്ലേ അനുഭവിക്കണേ. ഇവൻ റൂം 5 ആണ്. ഞാൻ പോണോ? ഞാൻ ഈ സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നു. Never mind. പറയാൻ ചിരിക്കേണ്ട കാര്യമുണ്ടോ അതിന്? നോക്കാം. ഹെർബ്സ്, പിന്നെ ഹെർബ്സ് കണ്ട ഇങ്ങനെ ആദ്യം വരുന്ന ഉരുപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഹെർബ്സ് ആയിരിക്കും വേണ്ടത്. ചിലപ്പം മിത്തായിരിക്കും, പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കളിക്ക് എല്ലായിടത്തും ഇത് ഹെർബ്സ് ആണ് വേണ്ടത്. ഇലയില്ലേ, ഇല നല്ല ഇലയുണ്ട്, ഇങ്ങനെ മെഡിസിൻ ടൈപ്പ് ഇലകളുണ്ട്, അങ്ങനത്തെ പിന്നെ നമ്മൾ എപ്പോഴും ഇല്ലേ താഴെ നോക്കി നടക്കണം. സ്റ്റോക്കർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റോക്കർ ഉള്ളപ്പോൾ നമ്മൾ അവന്റെ കാലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. അവന്റെ മുഖത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ -10 സ്റ്റോക്കറിന്റെ സാനിറ്റി പോണേ. അപ്പൊ അവനെ നോക്കാണ്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇവനെ നീ അല്ലല്ലോ ഓടുന്ന, ഞാനല്ല ഓടുന്ന, പിന്നെ നീ എന്തിനാ കഥക്കുന്നത്? ഞാൻ ഓടുന്നതിന്. ഇത് ടാക്കീസ് പോലെ ഉണ്ടല്ലേ കാണാൻ? ഇല്ല, ടാക്കീസ് പോലെ ഇല്ല. ഞാൻ ചുമ്മാ നോക്കിയതാ. അതെ. എന്താ ലോഡാവാത്ത പെട്ടെന്ന്? ഇവന് IV ഡ്രോപ്സ് അല്ല ആണല്ലോ. നല്ല രസം. അതങ്ങനെയാണ്. അതില്ല നിന്നെ പോലെ ഇരിക്കുന്നുണ്ട്. IV ഡ്രോപ്സും മേപ്പിൾ സിറപ്പ് അല്ലായിരുന്നു IV ഡ്രോപ്സ്. ഇപ്പൊ ഞാൻ ഐ ഡ്രോപ്സ് എടുത്താണ് IV ഡ്രോപ്സിന് പകരം. I'm tired. Just kidding. Okay. അപ്പം നമുക്ക് ഇത് ചെയ്യാം. സോ ഇവൻ നോർമൽ ആണെന്നാണ് തോന്നുന്നത് അല്ലേ ആണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഇതിൽ ഇവൻ നോർമലാണ്. അമിത് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ക്യാമറ ഒക്കെ, പിന്നെ ഇവൻ നോർമലായിരിക്കും. അമിത് come on now. Okay. ഇവൻ റൂം 1 പോണേ. അപ്പം നമ്മൾ പോവാം. ഇത് എവിടെ ഇങ്ങോട്ട് നടക്ക്. ഞാൻ എന്താണ് ഇവനെ നടക്കണില്ല. പതിയാണ് നടക്കണം. എന്തിനാ അങ്ങനെ പതിയെ? കാലിനൊരു പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ കാലിന് പ്രശ്നം ഉണ്ടാവോ? കാലില്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ അവന്റെ മേത്ത് ജമ്പ് ചെയ്തിട്ട് വേണം പോകാൻ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ബെഡ് മോൺസ്റ്റർ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിലോ. അവിടെ എപ്പോഴും നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഡോറ് വഴി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഈ ബെഡിൽ ജമ്പ് ചെയ്തിട്ട് അങ്ങോട്ട് ജമ്പ് ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാൻ. ബ്ലീഡിങ് ആണല്ലേ.
ചിലപ്പോൾ കാലിൽ പ്രശ്നം ഉണ്ടാവും. കാലിലായിരിക്കും ചിലപ്പം ബാൻഡേജസ് വേണ്ടത്, അതുകൊണ്ടായിരിക്കാം. സ്ലോ ആയിട്ട് നടക്കണേ. So I'm running. I'm gonna do a backflip. ഡോക്ടർ വന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഡോക്ടർ വന്നാൽ അത് കെയർ ചെയ്യണ്ട. അതെ, അത് കെയർ ചെയ്യേ വേണ്ട. പുറത്തുണ്ടായ കിച്ച. അതെ, പുറത്തുണ്ടായ കിച്ച. അതെ, ഷോപ്പ് ഓപ്പൺ ആയി ഗൈസ് ഫൈനലി. പക്ഷെ ലിമിറ്റഡ് ടൈമിലേക്കാണ് ഷോപ്പ് ഓപ്പൺ ആയത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോയി വാങ്ങിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, ഷോപ്പ് ഓപ്പൺ ആയി. ആരെ ബസ് നോക്കാം. 6, 7. Only 3 patients. ഞാൻ ബസ് കണ്ട എൻ്റെ ഇമോട്ട് കണ്ടാലേ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യാനാ. ഞാൻ ഓൾവേസ് ദ ബെസ്റ്റ്. ഗൈസ് ഇല്ലേ, ആരും ഒന്നും ചെയ്യാത്തവരാണ് ബെസ്റ്റ് പറയുന്നത്. അല്ല ആണ് അല്ല ആണ് അത് ഇതെന്താ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കണേ? അതാരാ അത് വന്നത്? ആണോ? നമ്മൾ വീഡിയോയില് കണ്ട രാത്രി. അതാണല്ലോ രാത്രി. ഷോർട്ട് അമിത് എന്താ ഫ്ലോട്ട് ആവണേ? ഞാൻ ഹാക്ക് ചെയ്യണം. ശരിക്കും ഹാക്ക് ചെയ്യണാണോ? ഗൈസ് റിപ്പോർട്ട് ചെയ്യില്ലെന്നെ. ചുമ്മാ പറയണ അമിത്തിനെ വിശ്വസിക്കരുത്. മൊത്തം ടേബിളിനാണില്ല സ്റ്റാൻഡ് ചെയ്യണല്ലേ, വേറെ സ്ക്രീനിലൊക്കെ ഇല്ല ഫ്ലോട്ട് ചെയ്യണ പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ നീ ചുമ്മാ ടേബിളിൽ സ്റ്റാൻഡ് ചെയ്താണല്ലേ? ഓക്കെ, അമിത് പോയി അങ്ങോട്ട് അല്ലേ? അമിതല്ലേ രാത്രിനെ ചെയ്യണേ? ഓക്കെ, അപ്പൊ ഞാൻ ടോമീസ് പാവോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇല്ല ഗൈസ്, ഇവർ കണ്ണ് ഒരുമാതിരി ഇരിക്കുന്ന കണ്ണും നോർമൽ വായാണെങ്കിൽ അവർ നോർമലാണെന്ന് അർത്ഥം. പക്ഷെ അവർക്ക് ഇങ്ങനൊരു വിയേർഡായിട്ടുള്ളൊരു വായൻ, പക്ഷെ നോർമൽ കണ്ണുമാണെങ്കിൽ അവർ അനോമാലീസ് ആണെന്നാണ്. ഞാൻ ഏതോ വീഡിയോയിലായിട്ടാണ് ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചുമ്മാ ഇതെന്ന് പറയുന്നതാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഇതുവരെ കളിച്ചതിൽ ഇതൊക്കെ സത്യമാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നേ ഉള്ളൂ. പണിയെടുത്തിട്ടായിരിക്കും. പണിയെടുക്കാറേ ഇല്ലല്ലോ. നമുക്കില്ല ഗൈസ്, നമുക്ക് അമിത്തിനെ പറ്റിക്കാം. ഇപ്പം അമിത് ഇപ്പം ഇവിടെ ഇല്ല. നമുക്ക് അമിത്തിനെ പറ്റിക്കാം. ഞാൻ അമിത്തിനെ മ്യൂട്ട് ചെയ്തേക്കാം. അമിത്തിനെ കേൾക്കാൻ പറ്റൂല. ഇപ്പം അമിത്തിനെ നമുക്ക് പറ്റിക്കാം. ഇപ്പം ഞാൻ അൺമ്യൂട്ട് ചെയ്തോണ്ട് കേട്ടോ. ഷിഫ്റ്റ് 3 തന്നെ അമിത് ചത്ത്. ഇപ്പൊ മനസ്സിലായില്ലേ അമിത്തിന്റെ എന്റെ ലെവല്? അതാണ് ഗൈസ് പറഞ്ഞ അമിത്. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ബെഡ് മോൺസ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്നത്, ബെഡ് മോൺസ്റ്റർ കണ്ടില്ലെങ്കിൽ നമ്മൾ ഇവരുടെ മേത്ത് ഇങ്ങനെ ചാടി അപ്പുറത്തോട്ട് കിടക്കും. ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു അനോമാലിനെ കയറ്റിയതായിരുന്നു. പക്ഷെ നീ ഇപ്പം ചത്തുപോയില്ല, അപ്പം നിന്നെ പറ്റിക്കാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.